ഹായ് കൂട്ടുകാരെ, ഏവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കമ്പനി ബോർഡ് LGSന്റെ 60ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് 3 ടോപ്പിക്കുകളാണ് നമ്മൾ എടുക്കുന്നത്. ഏതൊക്കെയാണ്? വന്യജീവി സങ്കേതങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ. ഈ 3 ടോപ്പിക്കുകളാണ് നമ്മൾ എടുക്കുന്നത്. ഉറപ്പായിട്ടും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ ഇപ്പോൾ 2-3 മാർക്കിനുള്ള ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഒട്ടുമിക്ക ക്ലാസ്സിലും പറയുന്നത് പോലെ നല്ല രീതിയിൽ പഠിക്കണം. അതായത് റാങ്ക് ഫയൽ യൂസ് ചെയ്യണം, PSC ബുള്ളറ്റിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് പഠിക്കണം. അതുപോലെ കറണ്ട് അഫേഴ്സ് നോക്കണം, ഡെയിലി ഒരു മാത്സ് ചെയ്യണം. പിന്നെന്താണ്, പുതിയ SCRTയുടെ ഭാഗങ്ങൾ നോക്കണം. പഴയ SCRT റാങ്ക് ഫയലിൽ അത് ഓൾറെഡി ഇൻക്ലൂഡ് ആണ്. പിന്നെ LGSന്റെ പുതിയ റാങ്ക് ഫയലിൽ ഇപ്പോൾ നിലവിൽ ലക്ഷ്യയുടെ പുതിയ റാങ്ക് ഫയലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ പുതിയ SCRT ബേസ്ഡ് ആയിട്ടുള്ള റാങ്ക് ഫയൽ തന്നെയാണ്. അപ്പോൾ ഇതുവരെ റാങ്ക് ഫയൽ വാങ്ങാത്തവരാണെങ്കിൽ ആ ഒരു റാങ്ക് ഫയൽ വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകണം. ഇപ്പോൾ സൈൽ എടുത്തു കഴിഞ്ഞാലും ചില ആളുകൾ സൈലം അത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കും. അവർ തന്നെ പറയുന്നുണ്ട് അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ പുറത്തുനിന്ന് റെഫർ ചെയ്യണമെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കാരണം PSCയുടെ കാര്യമാണ്, ഒന്നും പറയാൻ പറ്റില്ല, ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏത് കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാലും സ്വന്തമായിട്ട് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. പിന്നെ പരമാവധി ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് പരമാവധി ചെയ്യുക. നമ്മൾ എത്ര വാരി വലിച്ച് പഠിച്ചിട്ടും കാര്യമില്ല, മോക്ക് ടെസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ എന്താണ്, ആ മോക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അത് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുകയും വേണം. അതുപോലെ സാധാരണ രീതിയിൽ ഇപ്പോൾ ഇന്ന് നടക്കുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇന്ന് നടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഒരു 5-6 ചോദ്യങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നടത്തിയ എക്സാമിലുണ്ടാവും. അതായത് ഒരേ ക്വസ്റ്റ്യൻ തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പറിലാക്കിയിട്ട് പിന്നെ കോപ്പി പേസ്റ്റ് വരുന്ന രീതിയൊക്കെ PSC വളരെ കൂടുതലായിട്ട് നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, PYQ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ആണെങ്കിലും PYQ അടിസ്ഥാനമാക്കിയിട്ടാണ് ക്ലാസ്സുകൾ ചെയ്യുന്നത്. PYQ ഇപ്പോൾ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, 10th ആയിക്കോട്ടെ, 7th ആയിക്കോട്ടെ, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും അത് ചെയ്ത് നോക്കുക, ആ ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് പഠിക്കുക. അതുപോലെ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വരുന്ന ചോദ്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു +2 ലെവലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി ലെവലോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വരുന്ന ചോദ്യങ്ങളിൽ നിന്ന് 1 വേർഡ് ചോദ്യങ്ങൾ ഇതുപോലെയുള്ള ചെറിയ LGS പോലെയുള്ള പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. അതിൽ നിന്ന് അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഏത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും അത് നമുക്ക് ആ GK ചോദ്യങ്ങൾ നമുക്ക് 100% GK മാത്സ് എന്തോ ആയിക്കോട്ടെ 100% നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ PYQ ചെയ്താൽ തന്നെ പരമാവധി മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം പുതിയ SCRT നല്ല മാർക്കിനെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സിലബസ് അറിഞ്ഞ് ഇതുപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു സ്മാർട്ട് സ്റ്റഡി നമ്മൾ പ്ലാൻ ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു വീഡിയോയുടെ ഒരു അനാലിസിസ് എടുത്തു നോക്കിയാൽ വീഡിയോ കാണുന്ന ആൾക്കാർ, അതായത് ഒരു ക്ലാസ് കാണുന്ന ആൾക്കാരിൽ പകുതി ആളുകൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തവരുള്ളൂ. ബാക്കി പകുതി ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ചെയ്യാത്തവരെന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് വന്യജീവി സങ്കേതങ്ങളാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുടെ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. 4 വന്യജീവി സങ്കേതങ്ങളാണ് ഇടുക്കി ജില്ലയിൽ ഉള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്രയാണ്? 18 എണ്ണമാണ് കേരളത്തിലെ നിലവിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം. അതിൽ നമുക്കൊന്ന് പഠിക്കാം. പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ഇത്, പെരിയാർ വന്യജീവി സങ്കേതം.
കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമെന്നും അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമെന്നും അറിയപ്പെടുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. അതുപോലെ തന്നെ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരെന്താണ്? നെല്ലിക്കാംപെട്ടി ഗെയിംസ് സാങ്ച്വറി എന്നാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേര്. ഇത് 1934 നെല്ലിക്കാംപെട്ടി ഗെയിംസ് സാങ്ച്വറി നിലവിൽ വന്നത്. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ പഴയ പേരാണ് നെല്ലിക്കാംപെട്ടി ഗെയിംസ് സാങ്ച്വറി. അതുപോലെ 1934 നെല്ലിക്കാംപെട്ടി ഗെയിംസ് സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളാണ്. അപ്പോൾ ഈ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇപ്പോൾ ഇത് ഈ ചോദ്യമൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ഈ 1934 നെല്ലിക്കാംപെട്ടി ഗെയിംസ് സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ്. അപ്പോൾ നമ്മൾ ഈ 1934 എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ വർഷത്തിൽ ആരായിരുന്നു രാജാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവരുടെ കാലഘട്ടം പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ചോദ്യം നമ്മൾ സെപ്പറേറ്റ് പഠിച്ചിട്ടില്ലെങ്കിലും ആ ഒരു കാലഘട്ടം നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് സെപ്പറേറ്റ് എന്ത് ചെയ്യുക, പഠിക്കുക കേട്ടോ. ഓക്കെ. അപ്പം നെല്ലിക്കാംപെട്ടി ഗെയിംസ് സാങ്ച്വറി സ്ഥാപിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവായിരുന്നു. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ശബരിമല സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അതുപോലെ പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? പീരുമേട് താലൂക്കാണ്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? പീരുമേട് താലൂക്കാണ്. അതുപോലെ തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ വന്യജീവി സങ്കേതം. അതുപോലെ പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കിയും പത്തനംതിട്ടയുമാണ്. പെരിയാർ കടുവ സംരക്ഷിത പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഇടുക്കി, പത്തനംതിട്ട. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം. ഇന്ത്യയുടെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം. ലോക ബാങ്ക് ബക്കർലിപ്പ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ലോക ബാങ്ക് ബക്കർലിപ്പ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. അതുപോലെ എന്താണ്? പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ആരാധനാലയം ഏതാണ്? മംഗളാദേവി ക്ഷേത്രമാണ്. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ആരാധനാലയം ഏതാണ്? മംഗളാദേവി ക്ഷേത്രമാണ്. അതുപോലെ 2018 രാജ്യത്തെ 50 കടുവ സങ്കേതങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സങ്കേതമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ ടൈഗർ റിസർവും അതുപോലെ പെഞ്ച് ടൈഗർ റിസർവും മധ്യപ്രദേശിലുള്ള പെഞ്ച് ടൈഗർ റിസർവിനെയുമാണ്. 2018 രാജ്യത്തെ 50 കടുവ സങ്കേതങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സങ്കേതമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ ടൈഗർ റിസർവും അതുപോലെ പെഞ്ച് ടൈഗർ റിസർവുമാണ്. പെഞ്ച് ടൈഗർ എവിടെയാണ് വരുന്നത്? മധ്യപ്രദേശിലാണ് വരുന്നത്. അടുത്തത് 2018 കടുവ കണക്കെടുപ്പ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത് കേരളത്തിലാണ്. 2018 കടുവ കണക്കെടുപ്പ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത് കേരളത്തിനാണ്. ഓക്കെ. അടുത്തത്
പെരിയാർ വന്യജീവി സങ്കേതം വർഷങ്ങളിലൂടെ. പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1950-ലാണ്. പെരിയാറിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് 1950-ലാണ്. അതുപോലെ പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചതോ? 1978-ലാണ്. അപ്പം പെരിയാറിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് 1950-ലാണെങ്കിൽ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ്? 1978-ലാണ്. അതുപോലെ പെരിയാർ വന്യജീവി സങ്കേതത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചതോ? അത് 1982-ലാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1982-ലാണ്. അതുപോലെ എന്താണ്? പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫന്റിനു കീഴിലായ വർഷം എന്നാണ്? 1992-ലാണ്. പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫന്റിനു കീഴിലായ വർഷം എന്നാണ്? 1992-ലാണ്. അപ്പോൾ പെരിയാറിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് 1950-ലാണെങ്കിൽ പെരിയാറിനെ ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ചത് 1978-ലാണ്. അതുപോലെ പെരിയാർ വന്യജീവി സങ്കേതത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1982-ലാണ്. അതുപോലെ പെരിയാർ വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫന്റിന് കീഴിലായ വർഷം 1992-ലാണ്. അടുത്തത് വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരെന്താണ്? മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നാണ്. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മറ്റൊരു പേരെന്താണ്? മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. അതുപോലെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആനയാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ആനയാണ്. അതുപോലെ വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം എന്നാണ്? 1973-ലാണ്. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973-ലാണ്. അതുപോലെ നേരത്തെ നമ്മൾ പഠിച്ച പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് എന്നാണ്? അത് 1950-ആണ്. അപ്പം വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973-ലാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായുള്ള വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായുള്ള വന്യജീവി സങ്കേതം ഏതാണ്? വയനാട് വന്യജീവി സങ്കേതമാണ്. ഈ അടുത്ത കാലത്ത് ചോദിച്ചതാണ്. വയനാട് വന്യജീവി സങ്കേതം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട് വന്യജീവി സങ്കേതം വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാട് വന്യജീവി സങ്കേതത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? മുതുമല വന്യജീവി സങ്കേതം. മുതുമല തമിഴ്നാട്ടിലാണ്. അതുപോലെ ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം. പിന്നെ ഏതാണ്? നാഗർഹോള വന്യജീവി സങ്കേതം. അപ്പം ബന്ദിപ്പൂറും നാഗർഹോളയും എവിടെയാണ്? കർണാടകയിലാണ്. അപ്പം വയനാട് വന്യജീവി സങ്കേതത്തിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? മുതുമലൈ വന്യജീവി സങ്കേതം, അതുപോലെ എന്താണ്? ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം, പിന്നെ നാഗർഹോള വന്യജീവി സങ്കേതം. അടുത്തത് കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതമാണ് ഇത്? വയനാട് വന്യജീവി സങ്കേതം. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഏക വന്യജീവി സങ്കേതം ഏതാണ്? മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. വയനാട് വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫന്റിന് കീഴിൽ വന്ന വർഷം എന്നാണ്? 1992-ലാണ്. വയനാട് വന്യജീവി സങ്കേതം പ്രോജക്റ്റ് എലിഫന്റിന് കീഴിലായത് എന്നാണ്? 1992-ലാണ്. അടുത്തതായിട്ട് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല. നമ്മൾ ഒരു സാധനം വായിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? വായിച്ച് പഠിക്കണം. അത് പഠിച്ചോ എന്നുള്ളത്
അപ്പോൾ ഒരു ചോദ്യമാണ് ഒരു ചോദ്യം. പഠിച്ചോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വായിച്ച് മനസ്സിരുത്തി മനസ്സിലേക്ക് ആ ചോദ്യം കയറ്റിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അടുത്ത ചോദ്യം വായിക്കാവൂ. അപ്പോൾ അങ്ങനെ പഠിച്ച് എന്ത് ചെയ്യാം, ഇന്ന് പഠിക്കുന്ന കാര്യം ഇന്ന് രാത്രി റിവിഷൻ ചെയ്യാം. അതുപോലെ ആഴ്ചക്ക് ഒരു ദിവസം എന്ത് ചെയ്യാം, കൃത്യമായിട്ട് എന്ത് ചെയ്യാം, റിവിഷൻ ചെയ്യാം. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് ഓർമ്മയിലുണ്ടാവും. റിവിഷൻ ചെയ്തില്ലേ അത് മൈൻഡിൽ നിൽക്കുകയില്ല. അതായത് നമ്മൾ കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം. അത് കൃത്യമായിട്ട് റിവിഷൻ ചെയ്ത് അത് കംപ്ലീറ്റ് കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കിയതിന് ശേഷം മാത്രമേ എക്സ്ട്രാ പോയിന്റിൻ്റെ പുറകെ പോകാൻ പാടുള്ളൂ. അത് കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചോ. സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് റിവിഷൻ ചെയ്തതിന് ശേഷം ഓർമ്മയ്ക്കുള്ള കാര്യങ്ങൾക്ക് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ എന്താണ്, പണി കിട്ടും. ഓക്കെ. പിന്നെ ഈ PSC പഠിക്കുമ്പോഴുള്ള ഒരു നെഗറ്റീവ് ചിന്താഗതി എന്ന് പറഞ്ഞാൽ, ഒരുപാട് ആളുകൾ പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണെന്ന് പറയും. പക്ഷേ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 100% നിങ്ങൾ ഓർത്തോ, ഒരു ജോലി നിങ്ങളെ കാത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിൽ ഓർത്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതം നിലവിൽ വന്നതോ 1973-ലാണ്. അപ്പം വയനാട് വന്യജീവി സങ്കേതവും പറമ്പിക്കുളം വന്യജീവി സങ്കേതവും നിലവിൽ വന്നത് 1973-ലാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചു. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ 38ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായി പറമ്പിക്കുളത്തെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതെന്നാണ് 2010-ലാണ്. ഇന്ത്യയിലെ 38ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പറമ്പിക്കുളത്തെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് 2010-ലാണ്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പറയുന്ന പോയിന്റ്സിൽ ഒട്ടുമിക്ക കാര്യങ്ങളും PSC പലതവണയായിട്ട് ചോദിച്ചതാണ്. 1, 2, 3 തവണയല്ല ചോദിച്ചത്, പല തവണയായിട്ടുള്ള ചോദിച്ച ചോദ്യങ്ങളാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഇത് വിവരിക്കുകയാണെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ PSC ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തുണക്കടവാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശന കവാടമുള്ള കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. അടുത്തത്, റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. അതുപോലെ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ തവള ഇനം ഏതാണ്? പറമ്പിക്കുളം വാർട്ട് ഫ്രോഗ് ആണ്. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ തവള ഇനം ഏതാണ്? പറമ്പിക്കുളം വാർട്ട് ഫ്രോഗ് ആണ്. അപ്പോൾ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ 17ാമത് വന്യജീവി സങ്കേതം ഏതാണ്? അത് കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ 17ാമത് വന്യജീവി സങ്കേതം ഏതാണ്? കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം ഏതാണ്? അത് കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ കേരളത്തിലെ 17ാമത് വന്യജീവി സങ്കേതം ഏതാണ്? കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണെങ്കിൽ കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതം ഏതാണ്? കരിമ്പുഴ വന്യജീവി
സങ്കേതമാണ്. അടുത്തത് നെയ്യാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അതുപോലെ കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപ് നെയ്യാർ ഡാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിലെ മരക്കുന്ന് ദ്വീപിലാണ്. നെയ്യാർ ഡാമിലെ മരക്കുന്ന് ദ്വീപിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അഗസ്ത്യാർ കൊക്കോട്ടൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അഗസ്ത്യാർ കൊക്കോട്ടൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അതുപോലെ സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അതുപോലെ എന്താണ്, അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? നെയ്യാർ, പേപ്പാറ, ചെന്തുരുണി. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? നെയ്യാർ, പേപ്പാറ, ചെന്തുരുണി. അടുത്തത് ചിന്നാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴ നിഴൽ പ്രദേശമാണ് ചിന്നാർ. കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴ നിഴൽ പ്രദേശമാണ് ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്, വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ്? അങ്ങനെയാണ് ചോദ്യം വരിക. അപ്പോൾ ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. അതുപോലെ ചാമ്പൽ, മലയണ്ണാൻ, നക്ഷത്ര ആമ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതവും ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ചാമ്പൽ, മലയണ്ണാൻ, നക്ഷത്ര ആമ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാർ നദിയാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത്. നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമം എന്താണ്? നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ജിയോകെലോൺ എലിഗൻസ് എന്നാണ് നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമം. ജിയോകെലോൺ എലിഗൻസ് എന്നാണ് നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമം. അതുപോലെ ചാമ്പൽ മലയണ്ണാന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ചാമ്പൽ മലയണ്ണാന്റെ ശാസ്ത്രീയ നാമം എന്താണ്? റത്തുഫ മാക്രൗറ എന്നാണ്. റാത്തുഫ മാക്രൗറ എന്നാണ് ചാമ്പൽ മലയണ്ണാന്റെ ശാസ്ത്രീയ നാമം. റാത്തുഫ മാക്രൗറ എന്നാണ് കേട്ടോ. മാക്രൗറ കട്ടിയുള്ള പേരാണ്. റത്തുഫ മാക്രൗറ എന്നാണ് ചാമ്പൽ മലയണ്ണാന്റെ ശാസ്ത്രീയ നാമം. കേരളത്തിൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിൽ മഗ്ഗർ മുതലകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. അഗസ്ത്യാർ ക്രോക്കട്ടൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം നേരത്തെ നമ്മൾ പഠിച്ച കാര്യമാണ്. നെയ്യാർ വന്യജീവി സങ്കേതമാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. അപ്പോൾ പൂമ്പാറ്റയുടെ കണക്കെടുപ്പ് നടന്ന ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ചെന്തുരുണി വന്യജീവി സങ്കേതമാണെങ്കിൽ കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. അടുത്തത് കരിമ്പുഴ വന്യജീവി സങ്കേതം. കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ്
കരിമ്പുഴ വന്യജീവി സങ്കേതം. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 227.97 ചതുരശ്ര കിലോമീറ്ററാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? 227.97 ചതുരശ്ര കിലോമീറ്ററാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ്? മൂക്കുറുത്തി ദേശീയോദ്യാനമാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ്? മൂക്കുറുത്തി ദേശീയോദ്യാനമാണ്. അപൂർവമായ പന്നിമൂക്കൻ തവളയെ കാണപ്പെടുന്നു. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ അപൂർവമായ പന്നിമൂക്കൻ തവളയെ കാണപ്പെടുന്നു. പന്നിമൂക്കൻ തവളയുടെ ശാസ്ത്രീയ നാമം എന്താണ്? നാസികബാക്കസ് സഹ്യാദ്രൻസിസ് എന്നാണ്. പന്നിമൂക്കൻ തവളയുടെ ശാസ്ത്രീയ നാമം എന്താണ്? നാസികബാക്കസ് സഹ്യാദ്രൻസിസ് എന്നാണ് പന്നിമൂക്കൻ തവളയുടെ ശാസ്ത്രീയ നാമം. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖല ഏതാണ്? അമരമ്പലം വനമേഖലയാണ്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖല ഏതാണ്? അമരമ്പലം വനമേഖലയാണ്. അപ്പോൾ കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം ജില്ലയാണെങ്കിൽ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖല ഏതാണ്? അമരമ്പലം വനമേഖലയാണ്. മൂക്കുറുത്തി ദേശീയോദ്യാനം, അതുപോലെ സൈലന്റ് വാലി എന്നിവ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി പങ്കിടുന്നു. അപ്പോൾ മൂക്കുറുത്തി വടക്ക് ഭാഗത്ത്, ഇപ്പോൾ സൈലന്റ് വാലിയുടെ വടക്ക് ഭാഗത്ത് മൂക്കുറുത്തി ദേശീയോദ്യാനവും വടക്ക് കിഴക്ക് ഭാഗത്ത് സൈലന്റ് വാലി ദേശീയോദ്യാനവും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ മൂക്കുറുത്തി ദേശീയോദ്യാനം, സൈലന്റ് വാലി എന്നിവ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി പങ്കിടുന്നു. അടുത്തത് ഷന്തുറുണി വന്യജീവി സങ്കേതമാണ്. ഷന്തുറുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1984 ഷന്തുറുണി വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ഷന്തുറുണി വന്യജീവി സങ്കേതം. ഇത് പലതവണയായിട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ്. പ്രത്യേകമായിട്ട് പറയാത്തത് ഈ ഒട്ടുമിക്ക കാര്യങ്ങളും പലതവണയായിട്ട് PSC ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ചോദ്യമൊക്കെ എത്രയോ തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഷന്തുറുണി വന്യജീവി സങ്കേതം. ഷന്തുറുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ്? കുളത്തൂപ്പുഴ റിസർവ് വനമാണ്. ഷന്തുറുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ്? കുളത്തൂപ്പുഴ റിസർവ് വനം. അതുപോലെ ഷന്തുറുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഷന്തുറുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നാണ്. ഷന്തുറുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നാണ്. അടുത്തത് ആറളം വന്യജീവി സങ്കേതമാണ്. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. ഈ ആറളം വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. കണ്ണൂർ ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. കർണാടകയിലെ കുടക് വനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. കർണാടകയിലെ കുടക് വനങ്ങളുമായിട്ട് ചേർന്ന് കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴയാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴയാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചീങ്കണ്ണിപ്പുഴയാണ്. ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങൾ ഏതൊക്കെയാണ്? സഹ്യാദ്രി തവിടൻ, നാൽവരയൻ നീലിയാണ്.
ആറളം വന്യജീവി സങ്കേതത്തിൽ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങൾ ഏതൊക്കെയാണ്? സഹ്യാദ്രി തവിടൻ, നാൽവരയൻ, നീലി. അടുത്തത് കുറിഞ്ഞിമലയെക്കുറിച്ചാണ്. ഒരു പ്രത്യേക സസ്യവർഗത്തിന്റെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള ഉദ്യാനമാണ് കുറിഞ്ഞിമല. ഒരു പ്രത്യേക സസ്യവർഗത്തിന്റെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള ഉദ്യാനമാണ് കുറിഞ്ഞിമല. കുറിഞ്ഞിമല നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2006-ലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണ കേന്ദ്രമാണ് കുറിഞ്ഞിമല ഉദ്യാനം. വംശനാശ ഭീഷണി നേരിടുന്ന നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണ കേന്ദ്രമാണ് കുറിഞ്ഞിമല ഉദ്യാനം. പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നും അറിയപ്പെടുന്ന പുഷ്പമാണ് ഇത് നീലക്കുറിഞ്ഞി. പശ്ചിമഘട്ടത്തിലെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞി. എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനം ഏതാണ്? അത് കരിങ്കുറിഞ്ഞിയാണ്. എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞി ഇനം ഏതാണ്? കരിങ്കുറിഞ്ഞിയാണ്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ്. അതുപോലെ നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയതെന്നാണ്? 2006-ലാണ്. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാണ്? 2006-ലാണ്. അടുത്തത് ബയോസ്ഫിയർ റിസർവുകൾ ഏതൊക്കെയാണ്? 2 ബയോസ്ഫിയർ റിസർവുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് നീലഗിരി ബയോസ്ഫിയർ റിസർവ് 1986-ലാണ് അത് സ്ഥാപിതമായിട്ടുള്ളത്. പിന്നെ ഇത് കേരളവുമായി ബന്ധപ്പെട്ട ബയോസ്ഫിയർ റിസർവാണ്. 2 ബയോസ്ഫിയർ റിസർവാണ് കേരളവുമായി ബന്ധപ്പെട്ടത്. ഒന്ന് നീലഗിരി ബയോസ്ഫിയർ റിസർവും അതുപോലെ എന്താണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവും. നീലഗിരി വന്നത് 1986-ലാണെങ്കിൽ അഗസ്ത്യമല 2001-ലാണ് വന്നത്. അതുപോലെ കടുവാ സങ്കേതങ്ങൾ 2 കടുവാ സങ്കേതങ്ങളാണ് കേരളത്തിലുള്ളത്. ഏതൊക്കെയാണ്? പെരിയാർ കടുവാ സങ്കേതവും പറമ്പിക്കുളം കടുവാ സങ്കേതം. അടുത്തത് കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ആണ്. മറ്റു വന്യജീവി സങ്കേതങ്ങൾ. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ, ഉടുമ്പൻചോല താലൂക്കുകളായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴ, ഉടുമ്പൻചോല എന്നീ താലൂക്കുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? പൈനാവാണ്. ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? പൈനാവാണ്. പേപ്പാറ വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ഏതാണ്? കാലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതമാണ്. പേപ്പാറ വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ഏതാണ്? കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതം. കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതമാണ്. അപ്പം പേപ്പാറ വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം ഏതാണ്? കലക്കാട് മുണ്ടൻതുറൈ വന്യജീവി സങ്കേതമാണ്. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം. കക്കയം ഏത് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ്? വയനാട് അല്ലെങ്കിൽ മലബാർ വന്യജീവി മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ്. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? കക്കയമാണ്. കക്കയം മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. കേരളത്തിലെ 17ാമത് വന്യജീവി സങ്കേതം നേരത്തെ നമ്മൾ പഠിച്ചതാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതമാണ്. 2011-ലാണ് ഈ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. അതുപോലെ ചിമ്മിണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സാധാരണ ജില്ലയുടെ പേരാണ് കൊടുക്കാറ്. സാധാരണ അങ്ങനെയാണ് പേപ്പറിൽ കണ്ടിട്ടുള്ളത്. ഇപ്പം മുകുന്ദപുരം, അതൊന്ന് ഓർത്ത് വെച്ചോ. ചോദ്യം ഇങ്ങനെ വരിക: ചിമ്മിണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന മുകുന്ദപുരം ഏത് ജില്ലയിലാണ്? ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ചിമ്മിണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മുകുന്ദപുരം തരും, ബാക്കി ഒരു 3 സ്ഥലങ്ങളുടെ പേര് തരും, ജില്ല ഒഴിവാക്കും. അങ്ങനെയും ചോദിക്കാം, ജില്ല വെച്ചും ചോദിക്കാം. അപ്പം ചിമ്മിണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുകുന്ദപുരമാണ്, തൃശ്ശൂരാണ്. ചിമ്മിണി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കുറുമാലിപ്പുഴയാണ്. ചിമ്മിണി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കുറുമാലിപ്പുഴയാണ്.
ഇന്ത്യയിൽ ആദ്യമായിട്ട് നെൽവയൽ, അതുപോലെ കുളം, കണ്ടൽക്കാട് എന്നിവ സംരക്ഷിക്കുന്നവർക്ക് വാർഷിക അവകാശ ധനം നൽകുന്നതിനായി ഗ്രീൻ റോയൽറ്റി പദ്ധതി ആരംഭിച്ചത് പൊന്നാനി മുനിസിപ്പാലിറ്റിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നെൽവയൽ, കുളം, കണ്ടൽക്കാട് എന്നിവ സംരക്ഷിക്കുന്നവർക്ക് വാർഷിക അവകാശ ധനം നൽകുന്നതിനായി ഗ്രീൻ റോയൽറ്റി പദ്ധതി ഗ്രീൻ റോയൽറ്റി പദ്ധതി ആരംഭിച്ചത് പൊന്നാനി മുനിസിപ്പാലിറ്റിയാണ്. ഓർത്ത് വെച്ചോ. കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയാണ്? ആനയിറങ്ങൽ ചിന്നക്കനാൽ, മൂന്നാറിലെ ആനയിറങ്ങൽ ചിന്നക്കനാലിലാണ് കേരളത്തിലെ ആദ്യത്തെ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത്. നമുക്ക് വന്യജീവി സങ്കേതങ്ങൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് വന്യജീവി സങ്കേതവും നിലവിൽ വന്ന വർഷവും അത് ഏത് ജില്ലയിലാണ് എന്നുള്ള കാര്യം ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പെരിയാർ വന്യജീവി സങ്കേതം 1950 നിലവിൽ വന്നത്. ഇടുക്കി ജില്ലയിലാണ്. നെയ്യാർ വന്യജീവി സങ്കേതം 1958 തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അതുപോലെ പീച്ചി വാഴാനി ഏത് വർഷമാണ്? 1958 നിലവിൽ വന്നത്. ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ വയനാട് വന്യജീവി സങ്കേതം 1973 സ്ഥാപിതമായത്. ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിൽ തന്നെ. പിന്നെന്താണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം 1973 സ്ഥാപിതമായത്, പാലക്കാട് ജില്ലയിൽ. ഇടുക്കി വന്യജീവി സങ്കേതം 1976 സ്ഥാപിതമായത്, ഇടുക്കി ജില്ലയിൽ. അതുപോലെ പേപ്പാറ വന്യജീവി സങ്കേതം 1983 സ്ഥാപിതമായത്, തിരുവനന്തപുരം ജില്ലയിൽ. അടുത്തെന്താണ്? തട്ടേക്കാട് വന്യജീവി സങ്കേതം 1983 നിലവിൽ വന്നത്, എറണാകുളം ജില്ലയിൽ. അടുത്തത് ചിന്നാർ വന്യജീവി സങ്കേതം 1984 നിലവിൽ വന്നത്, ഇടുക്കി ജില്ലയിൽ. പിന്നെ എന്താണ്? ചിമ്മിണി വന്യജീവി സങ്കേതം 1984 തൃശ്ശൂർ ജില്ലയിലാണ്. അതുപോലെ എന്താണ്? ആറളം വന്യജീവി സങ്കേതം 1984 കണ്ണൂർ ജില്ലയിലാണ്. പിന്നെന്താണ്? ശെന്തുർണി വന്യജീവി സങ്കേതം 1984 കൊല്ലം ജില്ലയിലാണ്. പിന്നെ ഏതാണ്? മംഗളവനം വന്യജീവി സങ്കേതം 2004 എറണാകുളം ജില്ലയിലാണ്. കുറിഞ്ഞിമല വന്യജീവി സങ്കേതം 2006 ഇടുക്കി ജില്ലയിൽ. ചൂളന്നൂർ വന്യജീവി സങ്കേതം 2007 പാലക്കാട് ജില്ലയിൽ. മലബാർ വന്യജീവി സങ്കേതം 2010 കോഴിക്കോട് ജില്ലയിൽ. കൊട്ടിയൂർ വന്യജീവി സങ്കേതം 2011 കണ്ണൂർ ജില്ലയിൽ. പിന്നെ ഏതാണ്? കരിമ്പുഴ വന്യജീവി സങ്കേതം 2019 മലപ്പുറം ജില്ലയിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഓർത്ത് വെച്ചാൽ മാത്രം നല്ല കൃത്യമായിട്ട് പഠിക്കണം. 18 വന്യജീവി സങ്കേതങ്ങളും നിലവിൽ വന്ന വർഷവും ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യവും ഈ ഒറ്റൊരു ഭാഗത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ മനസ്സിലാവാത്തവരെന്ത് ചെയ്യുക? കൃത്യമായിട്ട് വീഡിയോ പോസ് ചെയ്ത് വായിച്ച് പഠിക്കുക കേട്ടോ. അടുത്തത് ആന സംരക്ഷണ കേന്ദ്രങ്ങളാണ്. വയനാട് ആന സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് തന്നെയാണ്. നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ ആനമുടി ആന സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? ഇടുക്കിയാണ്. അതുപോലെ പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? അത് ഇടുക്കിയിലാണ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരാണ്. അപ്പോൾ കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരാണ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിലാണ്. അടുത്തത് കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ കോന്നി, അതുപോലെ കോടനാട്. കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കോന്നി, പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലും അതുപോലെ എറണാകുളം ജില്ലയിലെ കോടനാടുമാണ്. അപ്പോൾ കേരളത്തിലെ ആന പരിശീലന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കോന്നി, അതുപോലെ കോടനാട്. കോന്നി എവിടെയാണ്? പത്തനംതിട്ട. കോടനാട് എറണാകുളം ജില്ലയിലാണ്. പ്രശസ്ത ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതും കോന്നിയിലാണ്. അല്ലെങ്കിൽ ഗവി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോന്നിയിലാണ്. 1942 ഇത് നിലവിൽ വന്നത്. അപ്പോൾ പ്രശസ്തമായ ആനക്കൂട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോന്നിയിലാണ്. 1942
1942 നിലവിൽ വന്നത്. കോന്നി ആനക്കൂട് നിർമ്മിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന മരം ഏതാണ്? കമ്പകം മരമാണ്. കോന്നി ആനക്കൂട് നിർമ്മിച്ചിരിക്കുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന മരം ഏതാണ്? കമ്പകമാണ്. കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ്? ഐതിഹ്യമാലയാണ്. കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകം ഏതാണ്? ഐതിഹ്യമാലയാണ്. അതുപോലെ ഐതിഹ്യമാല എന്ന പുസ്തകം രചിച്ചതാരാണ്? കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്. ഐതിഹ്യമാല എന്ന പുസ്തകം രചിച്ചതാരാണ്? കൊട്ടാരത്തിൽ ശങ്കുണ്ണി എന്ന് പറയുന്ന വ്യക്തിയാണ്. ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഏതാണ്? ഗവി മ്യൂസിയമാണ്. ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഏതാണ്? ഗവി മ്യൂസിയമാണ്. അടുത്തത് പക്ഷി സങ്കേതങ്ങളാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതവും ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതവും കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതവും ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം എന്താണ്? 1983 തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം 1983. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് നൽകിയിരിക്കുന്നത്. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് നൽകിയിരിക്കുന്നത്. പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലകളിലാണ്. പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട്ടിലെ ബ്രഹ്മഗിരി കുന്നുകളിലാണ്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പക്ഷി സങ്കേതം ഏതാണ്? കുമരകം പക്ഷി സങ്കേതമാണ്, അല്ലെങ്കിൽ വേമ്പനാട് പക്ഷി സങ്കേതം. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പക്ഷി സങ്കേതം ഏതാണ്? കുമരകം പക്ഷി സങ്കേതമാണ്. അപ്പോൾ PSCയുടെ ചോദ്യത്തിൽ ഓപ്ഷനിൽ ആൻസറിൽ കുമരകം പക്ഷി സങ്കേതം എന്നാണ് കൊടുത്തിട്ടുള്ളത്. മുൻവർഷ ചോദ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് ഉള്ളത്. ചിലപ്പോൾ വേമ്പനാട് പക്ഷി സങ്കേതം ഉണ്ടാവും. ഓക്കെ, അപ്പം വേമ്പനാട് പക്ഷി സങ്കേതം അറ്റൻഡ് ചെയ്യാം. ഏതെങ്കിലും ഒന്നേ ഉണ്ടാവും. അപ്പം ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പക്ഷി സങ്കേതം ഏതാണ്? കുമരകം പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത്. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചൂളന്നൂരാണ്. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചൂളന്നൂർ വന്യജീവി സങ്കേതമാണ്. ചൂളന്നൂർ പക്ഷി സങ്കേതത്തിന്റെ മറ്റൊരു പേരെന്താണ്? KK നീലകണ്ഠൻ പക്ഷി സങ്കേതം എന്നാണ്. ചൂളന്നൂർ പക്ഷി സങ്കേതത്തിന്റെ മറ്റൊരു പേരെന്താണ്? KK നീലകണ്ഠൻ പക്ഷി സങ്കേതം എന്നാണ്. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? KK നീലകണ്ഠനാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് ഇന്ദുചൂടൻ. അപ്പം കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? KK നീലകണ്ഠനാണ്. അതുപോലെ കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ചൂളന്നൂർ തന്നെയാണ്. അപ്പം കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ചൂളന്നൂർ പക്ഷി സങ്കേതമാണ്. ചൂളന്നൂർ പക്ഷി സങ്കേതത്തിന്റെ മറ്റൊരു പേരെന്താണ്? KK നീലകണ്ഠൻ പക്ഷി സങ്കേതം എന്നാണ്. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? KK നീലകണ്ഠനാണ്. ഇന്ദുചൂടൻ. അതുപോലെ എന്താണ്? കുഞ്ചൻ നമ്പ്യാർ, അത് റിപ്പീറ്റ് ആണ്. കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ചൂളന്നൂർ പക്ഷി സങ്കേതമാണ്. അതുപോലെ ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കടലുണ്ടി പക്ഷി സങ്കേതമാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കടലുണ്ടി പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ആണ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണ്? കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ് ആണ്. 2007 ഇത് നിലവിൽ വന്നത്. അടുത്തത് ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം.
കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്. 0.0274 ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പം കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്. കേരള ഹൈക്കോടതിയുടെ കെട്ടിട സമുച്ചയത്തിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കാം. തട്ടേക്കാട് പക്ഷി സങ്കേതം എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. മംഗളവനം പക്ഷി സങ്കേതം എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. കുമരകം പക്ഷി സങ്കേതം എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. അരിപ്പ പക്ഷി സങ്കേതം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കടലുണ്ടി പക്ഷി സങ്കേതം എവിടെയാണ്? മലപ്പുറത്താണ്. ചൂളന്നൂർ പക്ഷി സങ്കേതം എവിടെയാണ്? പാലക്കാടാണ്. കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഒന്ന് പരിചയപ്പെടാം. കേരള ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12 പ്രശസ്ത പക്ഷി ശാസ്ത്രജ്ഞനും പ്രകൃതി ശാസ്ത്രജ്ഞനുമായ സലീം അലിയുടെ ജന്മ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു. പ്രശസ്ത പക്ഷി ശാസ്ത്രജ്ഞനും പ്രകൃതി ശാസ്ത്രജ്ഞനുമായ സലീം അലിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നു. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ്? സലീം അലിയാണ്. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സലീം അലിയാണ്. സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗോവയാണ്. സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണെങ്കിൽ സലീം അലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. സലീം അലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. സലീം അലി ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോയമ്പത്തൂരാണ്. സലീം അലി ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോയമ്പത്തൂരാണ്. അപ്പം സലീം അലി പക്ഷി സങ്കേതം ഗോവയിലാണെങ്കിൽ സലീം അലി ദേശീയോദ്യാനം എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. അതുപോലെ സലീം അലി ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോയമ്പത്തൂരാണ്. ഒരു കുരുവിയുടെ പതനം എന്ന പുസ്തകം എഴുതിയത് സലീം അലിയാണ്. ഒരു കുരുവിയുടെ പതനം എന്ന പുസ്തകം എഴുതിയതാരാണ്? സലീം അലിയാണ്. അടുത്തത് ദേശീയോദ്യാനങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ദേശീയോദ്യാനങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 6 ദേശീയോദ്യാനങ്ങളാണ് നിലവിലുള്ളത്. പക്ഷെ PSCയുടെ ആൻസർ പ്രകാരം 5 ദേശീയോദ്യാനങ്ങളാണ് കേരളത്തിൽ ഉള്ളത് എന്നാണ്. അപ്പം PSCയുടെ ഉത്തരമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ദേശീയോദ്യാനങ്ങൾ കേരളത്തിൽ എത്രണ്ണമാണ്? PSCയുടെ ഉത്തരപ്രകാരം 5 ദേശീയോദ്യാനങ്ങളാണ്. ടോട്ടൽ 6 ഉണ്ട്. PSCയുടെ ഉത്തരം അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ്. അപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കിയാണെങ്കിൽ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? അത് ഇരവികുളം ദേശീയോദ്യാനമാണ്. കേരളത്തിലെ നമുക്ക് ഇരവികുളം ദേശീയോദ്യാനത്തെ കുറിച്ചൊന്ന് പഠിക്കാം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനവും അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനവും കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. ദേവികുളം താലൂക്കാണ്. ഇരവികുളം
ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. താലൂക്ക് എവിടെയാണ്? ദേവികുളം താലൂക്കാണ്. വന്യജീവി സങ്കേതമായിട്ട് ഇരവികുളം ദേശീയോദ്യാനത്തെ പ്രഖ്യാപിച്ചത് എന്നാണ്? 1975-ലാണ്. ഇരവികുളം ദേശീയോദ്യാനത്തെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് 1975-ലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന അത്യപൂർവ ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം ദേശീയോദ്യാനം. വംശനാശ ഭീഷണി നേരിടുന്ന അത്യപൂർവ ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം ദേശീയോദ്യാനം. ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1978-ലാണ്. പക്ഷെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് 1975-ലാണ്. അപ്പം ഇരവികുളം ദേശീയോദ്യാനത്തെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് 1975-ആണെങ്കിൽ ഇരവികുളം ദേശീയോദ്യാനത്തെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1978-ലാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഇരവികുളം ദേശീയോദ്യാനമാണ്. വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? നീലഗിരി ഡ്രാഗസ് ഹൈലോക്രിയസ് എന്നാണ്. വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? നീലഗിരി ഡ്രാഗസ് ഹൈലോക്രിയസ് എന്നാണ്. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം എന്നറിയപ്പെടുന്നത് വരയാടാണ്. തമിഴ്നാട് സംസ്ഥാനത്തിന്റെ മൃഗം എന്നറിയപ്പെടുന്നത് വരയാടാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇരവികുളത്തിന്റെ ഭാഗമാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇരവികുളത്തിന്റെ ഭാഗമാണ്. അടുത്തത് പെരിയാർ ദേശീയോദ്യാനത്തെ കുറിച്ചാണ്. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? പീരുമേട് താലൂക്കാണ്. പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? പീരുമേട് താലൂക്കാണ്. സ്ഥിതി ചെയ്യുന്ന വില്ലേജുകൾ ഏതൊക്കെയാണ്? കുമളി, മ്ലാപ്പാറ എന്നീ വില്ലേജുകളിലാണ് പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അപ്പം പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട് താലൂക്കാണെങ്കിൽ പെരിയാർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന വില്ലേജുകൾ കുമളി, മ്ലാപ്പാറ. 140-ലധികം ഓർക്കിഡ് ഇനങ്ങൾ കാണപ്പെടുന്നു. പെരിയാർ ദേശീയോദ്യാനത്തിൽ 140-ലധികം ഓർക്കിഡ് ഇനങ്ങൾ കാണപ്പെടുന്നു. അടുത്തത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തെ കുറിച്ചാണ്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അതായത് പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത് 1984-ലാണ്. പക്ഷേ സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഏത് വർഷമാണ്? 1985 സെപ്റ്റംബർ 7. ഡേറ്റ് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചോ. PSC പലതവണയായിട്ട് ചോദിച്ചതാണ്, ഡേറ്റിനായിട്ട് ചോദിച്ചതാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. 1985 സെപ്റ്റംബർ 7. ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ച വർഷം 2007-ആണ്. സൈലന്റ് വാലിയെ ബഫർ സോണായിട്ട് പ്രഖ്യാപിച്ചത് 2007-ലാണ്. 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനമാണിത്, സൈലന്റ് വാലി ദേശീയോദ്യാനം. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? മണ്ണാർക്കാട് താലൂക്കാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? മണ്ണാർക്കാട് താലൂക്കാണ്. അതുപോലെ കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാടാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാടാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. അതുപോലെ പശ്ചിമഘട്ടം, നീലഗിരി കുന്നുകൾ എന്നിവയുടെ ഭാഗമായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. പശ്ചിമഘട്ടം, നീലഗിരി കുന്നുകൾ എന്നിവയുടെ ഭാഗമായിട്ട് സൈലന്റ് വാലി വ്യാപിച്ചു കിടക്കുന്നു. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരിയാണ്. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാണ്?
നീലഗിരിയാണ്. അതുപോലെ സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനമാണ് മൂക്കുറുത്തി ദേശീയോദ്യാനം. സൈലന്റ് വാലിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ്? മൂക്കുറുത്തി ദേശീയോദ്യാനമാണ്. സൈലന്റ് വാലിയെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ്? 1914 സൈലന്റ് വാലിയെ റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ച വർഷം 1914. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ്? റോബർട്ട് വൈറ്റ് ആണ്. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ ആരാണ്? റോബർട്ട് വൈറ്റ് ആണ്. പുരാണങ്ങളിൽ സൈരന്ധ്രി വനം എന്ന പേരിൽ സൈലന്റ് വാലി അറിയപ്പെടുന്നു. പുരാണങ്ങളിൽ സൈരന്ധ്രി വനം എന്ന പേരിൽ സൈലന്റ് വാലി അറിയപ്പെടുന്നു. അതുപോലെ ചീവീടുകളുടെ ശബ്ദമില്ലാത്തതിനാലാണ് സൈലന്റ് വാലിക്ക് ഈ പേര് ലഭിച്ചത്. ചീവീടുകളുടെ ശബ്ദമില്ലാത്തതിനാലാണ് സൈലന്റ് വാലിക്ക് ഈ പേര് ലഭിച്ചത്. അതുപോലെ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഇത്? കുന്തിപ്പുഴ. ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ മുമ്പ് എടുത്തതാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഇത്? കുന്തിപ്പുഴ. ഒഴുകുന്ന. പക്ഷേ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്? തൂതപ്പുഴയാണ്. അപ്പം സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കുന്തിപ്പുഴയാണെങ്കിൽ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? തൂതപ്പുഴയാണ്. ഇത് മാറിപ്പോകുന്നതിനാണ് ഇങ്ങനെ പറയുന്നത്. ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയും ഒഴുകുന്നത് ഏതാണ്? കുന്തിപ്പുഴയുമാണ്. ഓർത്തു വെച്ചോ. മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ. ഇത് കുന്തിപ്പുഴ. അതുപോലെ പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. അപ്പം മലിനീകരണം ഏറ്റവും കുറഞ്ഞ നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം പക്ഷി ഏതാണ്? ബ്ലാക്ക് ബുൾബുൾ. സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം പക്ഷി ഏതാണ്? ബ്ലാക്ക് ബുൾബുൾ ആണ്. അതുപോലെ സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം ഓർക്കിഡ് ഏതാണ്? ഏറിയ ത്യാഗിയാണ്. സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം ഓർക്കിഡ് ഏതാണ്? ഏറിയ ത്യാഗിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ ഇവിടെ കാണപ്പെടുന്നു. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? മക്കാക്ക സിലനസ് എന്നാണ്. സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? മക്കാക്ക സിലനസ് എന്നാണ്. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം. വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? കുലിനിയ എക്സസാറിലാറ്റ എന്നാണ്. വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? കുലിനിയ എക്സസാറിലാറ്റ എന്നാണ്. വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? കുലിനിയ എക്സസാറിലാറ്റ എന്നാണ്. ഓക്കെ. സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാണ്? 2009. സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാണ്? 2009. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ദേശീയോദ്യാനങ്ങളെന്ന് നിലവിൽ വന്ന വർഷങ്ങളും ദേശീയോദ്യാനങ്ങളെന്ന് പരിചയപ്പെടാം. ഇരവികുളം എന്നാണ് 1978 നിലവിൽ വന്നത്. അതുപോലെ സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. 1984 നിലവിൽ വന്നത്. ആനമുടിച്ചോല, മതികെട്ടാഞ്ചോല, പിന്നെതാണ് പാമ്പാടും ചോല. ഇവ മൂന്നും ഇടുക്കി ജില്ലയിലാണ്. 2003 ഇവ മൂന്നും നിലവിൽ വന്നത്. അപ്പം ഇരവികുളം 1978 സൈലന്റ് വാലി 1984. ഇരവികുളം ഇടുക്കിയിലാണ്, സൈലന്റ് വാലി പാലക്കാടാണ്. അടുത്തത് ആനമുടിച്ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകളാണ്. ഏതൊക്കെ? ഇടവരച്ചോല റിസർവ്, അതുപോലെ എന്താണ്?
പുല്ലാർട്ടി ചോല റിസർവ്, മന്നവൻ ചോല റിസർവ്. അപ്പോൾ ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകളാണ് ഇടവര ചോല റിസർവ്, പുല്ലാർടി ചോല റിസർവ്, മന്നവൻ ചോല റിസർവ്. ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവാനം വെള്ളച്ചാട്ടം. ആനമുടി ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ആനമുടി ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി ജില്ലയാണ്. ഓക്കെ, അപ്പം ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകൾ ഏതൊക്കെയാണ്? ഇടവര ചോല റിസർവ്, പുല്ലാർടി ചോല റിസർവ്, മന്നവൻ ചോല റിസർവ്. ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം, ഇതാണ് ഇതിലത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ്. ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ഏതാണ്? തൂവാനം വെള്ളച്ചാട്ടം. തൂവാനം വെള്ളച്ചാട്ടം. തൂവാനം വെള്ളച്ചാട്ടം. ആനമുടി ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ജില്ല ഇടുക്കി ജില്ലയാണ്. ഓക്കെ, അടുത്തത് മതികെട്ടാൻ ചോലയാണ്. മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻ ചോലയിലാണ്. മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് എവിടെയാണ്? ഉടുമ്പൻ ചോലയാണ്. 1897 തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശമാണ് മതികെട്ടാൻ ചോല. 1897 തിരുവിതാംകൂർ ഗവൺമെന്റ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശമാണ് മതികെട്ടാൻ ചോല. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് ഇത്? കാട്ടുമല. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് ഇത്? കാട്ടുമല. മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ എന്നിവ. അതായത് പന്നിയാറിന്റെ പോഷക നദികളാണ് ഈ 3 പുഴകളും. ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ. ഇവ പന്നിയാറിന്റെ പ്രധാന പോഷക നദികളാണ് ഈ 3 നദികൾ. അപ്പം മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ. ഇവ പന്നിയാറിന്റെ പോഷക നദികളാണ്. അടുത്തത് അവസാനത്തെ ദേശീയോദ്യാനമായ പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. പാമ്പാടും ചോലയുടെ വിസ്തൃതി എത്രയാണ്? 1.32 ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? പാമ്പാടും ചോല ദേശീയോദ്യാനമാണ്. അടുത്ത കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് കൊണ്ട് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് അവസാനിപ്പിക്കാം. കടവാവലുകൾ കാണപ്പെടുന്ന വന്യജീവി, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, റിവിഷൻ ആവുമല്ലോ. കടവാവലുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? മംഗളവനം വന്യജീവി സങ്കേതമാണ്. പന്നി മൂക്കൻ തവള കാണപ്പെടുന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. റെയ്ഡ് തവളകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? കക്കയം വന്യജീവി സങ്കേതമാണ്. ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. കടവാവലുകൾ എവിടെയാണ്? മംഗളവനം. പന്നിമൂക്കൻ തവള എവിടെയാണ്? കരിമ്പുഴ. റെയ്ഡ് തവളകൾ എവിടെയാണ്? കക്കയം. ചാമ്പൽ മലയണ്ണാൻ എവിടെയാണ്? ചിന്നാർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ, കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിരിക്കണം. കൃത്യമായിട്ട് റിവിഷൻ ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യത്തെ വേരിയസ് LGS സാധാരണ രീതിയിൽ ഓൺലൈൻ ക്ലാസ്സുകാരൊക്കെ സാധാരണ രീതിയിൽ LGSന് വരാൻ പോകുന്ന സാധാരണ രീതിയിലുള്ള ചോദ്യങ്ങൾ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് റിവിഷൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കോഴ്സുകൾ തുടങ്ങിയിരുന്നു. പക്ഷെ പണി കിട്ടി. എന്താ വെച്ച് കഴിഞ്ഞാൽ PSCയുടെ കാര്യമാണ്. PSC കഴിഞ്ഞ വേരിയസ് LGSന് പല ജില്ലകളിലും പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. കട്ട് ഓഫ് നോക്കിയാൽ തന്നെ എനിക്ക് മനസ്സിലാവും. 49 മാർക്ക് വന്ന കട്ട് ഓഫ് ഉണ്ട്, കട്ട് ഓഫ് വന്ന ജില്ലകളുണ്ട്. അതുപോലെ 50, 54, 53 ആ ഒരു റേഞ്ചിലൊക്കെ കട്ട് ഓഫ് വന്ന ജില്ലകളുണ്ട്. 59 റേഞ്ച് കട്ട് ഓഫ് വന്ന ജില്ലകളുണ്ട്. അതുപോലെ 70 വന്നതുണ്ട്, 72 വന്നതുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള കട്ട് ഓഫാണ്. അപ്പോൾ 49, 72 ഡിഫറൻസ് ഒന്ന് നോക്കി നോക്കി. 23 മാർക്കിൻ്റെ ഡിഫറൻസ് ആണ് അവിടെ വന്നത്. അപ്പോൾ PSC ആണ്, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക?
കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് തന്നെ കൃത്യമായിട്ട് പഠിച്ചുകൊള്ളുക. സിലബസ് അനുസരിച്ചും പഠിക്കണം. അതുപോലെ SCRTയുടെ 1 മുതൽ 7 വരെ കംപ്ലീറ്റ് പഠിക്കുക. അത് സിലബസ് നോക്കണ്ട. പുതിയ SCRTയും പഴയ SCRTയും ഒക്കെ 1 മുതൽ 7 വരെ കംപ്ലീറ്റ് പഠിക്കുക. ബാക്കിയുള്ള 5 മുതൽ അങ്ങോട്ടുള്ള അത് പറയും 8 മുതൽ 10 വരെയുള്ള SCRT എന്ത് ചെയ്യുക, നമ്മൾ സിലബസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം പഠിക്കുക. അത് നല്ലോണം റിവിഷൻ ചെയ്ത് പഠിച്ച് ഉറപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കഴിഞ്ഞ വേരിയസ് LGS എന്ന് പറഞ്ഞ് പഠിച്ചു പോയാൽ ചിലപ്പോൾ മാർക്ക് അധികം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു LD പഠിച്ചവരാണെങ്കിൽ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നല്ല പോലെ ഇരുന്ന് കഷ്ടപ്പെട്ട് മെനക്കെട്ടിരുന്ന് പഠിച്ചോ. ഈ ഒരു ചാൻസ് ഇനി 3 വർഷം കഴിഞ്ഞാലേ വരികയുള്ളൂ. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയാൽ മതി. അധികം ചിലവൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതി. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിലെന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.